നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. കഴിഞ്ഞ കുറേ വീഡിയോകളിലായിട്ട് നമ്മൾ വിവിധ ഇനം പേടികളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ പരാജയ ഭീതിയെക്കുറിച്ചാണ്, പരാജയ പേടിയെക്കുറിച്ചാണ്, പരാജയപ്പെടുമോ എന്ന ഭയത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലോകത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും ഒന്നും ചെയ്യാതിരിക്കുന്നത് അവരവരുടെ ഇഷ്ടങ്ങളെയും അവരുടെ താല്പര്യങ്ങളുടെയും അവരുടെ ജീവിതത്തിലെ ഉയർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യാതിരിക്കുന്നത് ആ ചെയ്യുന്ന പ്രവൃത്തി പരാജയപ്പെട്ടു പോകുമോ എന്നതാണ്. ഈ പരാജയ പേടി കാരണം തങ്ങളുടെ കംഫർട്ട് സോണിൽ അങ്ങനെ ജീവിച്ച് ഒരു ഉയർച്ചയുമില്ലാതെ ഒരു വളർച്ചയുമില്ലാതെ അങ്ങനെ അസ്തമിച്ചു പോകുന്ന ജീവിതങ്ങളാണ് ലോകത്തുള്ള മഹാഭൂരിപക്ഷം ആളുകളുടേത്. നാം ഒരു കാര്യം ചെയ്യുമ്പോൾ പരാജയം അതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിച്ച് പരാജയപ്പെട്ടാലും എൻ്റെ പ്രവർത്തനങ്ങളുമായി ഞാൻ മുന്നോട്ട് പോകുമെന്ന ദൃഢമായ പ്രതിജ്ഞയുള്ളവർക്ക് മാത്രമേ ഈ ലോകത്ത് എന്തെങ്കിലും ആകാൻ കഴിയൂ, അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയൂ, അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയൂ. ജീവിതത്തിൽ തെറ്റുപറ്റുക എന്നതിനേക്കാൾ വളരെ മോശപ്പെട്ട കാര്യമാണ്, വളരെ പ്രയാസപ്പെട്ട കാര്യമാണ് ജീവിതത്തിൽ ഒന്നും ചെയ്യാതിരിക്കുക എന്ന്. എന്തെങ്കിലും ചെയ്യുന്നവർക്ക് പരാജയം അതിൻ്റെ കൂടെ ഉണ്ടാകും. അങ്ങനെ പരാജയപ്പെട്ടിട്ടാണ് ഈ കണ്ട ആളുകളൊക്കെ വിജയിച്ച് ഇത്ര ഉയരത്തിലെത്തിയിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പരാജയം നമ്മളെ തേടിയെത്തും, പരാജയം നമ്മുടെ കൂടെ ഉണ്ടാകും. അങ്ങനെ ആ പരാജയത്തെ കീഴ്പ്പെടുത്തുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത് എന്ന ഒരു മാനസികാവസ്ഥ, ഒരു മൈൻഡ് സെറ്റ് നമ്മൾ സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട്. യു വിൽ ഫീൽ ഫെയിലിയർ അഗെയിൻ ആൻഡ് അഗെയിൻ. നമ്മൾ തുടർച്ചയായി ഒരു പക്ഷെ പരാജയങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. പക്ഷെ നാം തളരാതെ അതിനെയൊക്കെ പരിഹരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള വലിയ വിജയങ്ങൾ. വിജയിച്ചു നിൽക്കുന്ന ഒരാളെ കണ്ട് നമ്മൾ പറയാറുണ്ട്, അവൻ എത്ര ഭാഗ്യവാനെന്ന്. അവൻ്റെ ഭാഗ്യം കൊണ്ടാണ് അവൻ ഇത്ര നന്നായത്, എത്ര ഭാഗ്യം ചെയ്ത ആളാണ് എന്ന്. പക്ഷേ ആ വിജയത്തിൻ്റെ പിന്നിലെ പ്രയാസങ്ങളെ, പരാജയങ്ങളെ, അതിൻ്റെ കഠിനാധ്വാനത്തെ ഒന്നും നമ്മൾ കാണാറില്ല. ഇന്ന് വിജയിച്ച് കാണുന്ന പല ആളുകളും ആയിരക്കണക്കിന് പരാജയങ്ങളെ ഫേസ് ചെയ്തിട്ടു തന്നെയാണ് ഈ കാണുന്ന ഈ മനോഹരമായ വിജയത്തിലെത്തിയത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. NLPയിലെ ഒരു പ്രിസപ്പൊസിഷനുണ്ട്, ദർ ഈസ് നോ ഫെയിലിയർ, ഓൺലി ഫീഡ്ബാക്ക്. നാം ചെയ്യുന്ന ഒരു കാര്യത്തിൽ നമ്മൾ പരാജയപ്പെട്ടാൽ അതിനെ പരാജയപ്പെട്ടു, തോറ്റുപോയി, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. മറിച്ച് എൻ്റെ ഈ പരീക്ഷണത്തിൽ നിന്ന്, ഈ പരാജയത്തിൽ നിന്ന് എനിക്കൊരുപാട് പാഠങ്ങളുണ്ട്. ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ടാണ്, ഇങ്ങനെ നിന്നത് കൊണ്ടാണ്, ഇങ്ങനെ ഒക്കെ ചെയ്തത് കൊണ്ടാണ് എനിക്ക് പരാജയം സംഭവിച്ചത്. അങ്ങനെ ആ പരാജയത്തിൻ്റെ കാരണങ്ങളെ അന്വേഷിച്ച് എന്തുകൊണ്ടാണ് തനിക്ക് താൻ പരാജയപ്പെട്ടത് എന്ന് മനസ്സിലാക്കി അതിനെ തിരുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് വിജയത്തിൻ്റെ പടവുകൾ നമുക്ക് താണ്ടി മുന്നോട്ട് പോകാൻ കഴിയുക. നമ്മുടെ പരാജയങ്ങൾ സംഭവിച്ചാൽ അതിൻ്റെ ഫീഡ്ബാക്ക് എടുക്കണം. നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഒരു ഫീഡ്ബാക്ക് എടുക്കുന്ന നിമിഷമായി അത് മാറണം. പരാജയം പലപ്പോഴും അനുഗ്രഹമാണ്. പരാജയം കൊണ്ട് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ആ പരാജയങ്ങളെ കൊണ്ടുള്ള അനുഗ്രഹങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഇറ്റ് ബ്രേക്സ് കംഫർട്ട് സോൺ. ഫെയിലിയർ, പരാജയം എന്നൊക്കെ പറയുന്നത് നമ്മുടെ കംഫർട്ട് സോൺ പൊട്ടിച്ച് പുറത്തു കടക്കാനുള്ള ഒരവസരം. നമ്മൾ പരാജയപ്പെടുമ്പോഴാണ് നമ്മുടെ ഈ ചുറ്റുമുള്ള കാര്യങ്ങളെ, നാം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ കംഫർട്ടല്ല എന്ന് നമുക്ക് ബോധ്യമാകുന്നത്. ആ കംഫർട്ട് സോണിനെ പൊട്ടിക്കാനുള്ള ഒരു ത്വര രൂപപ്പെടുന്നത് നമ്മൾ പരാജയപ്പെടുന്നു. ലോകത്ത് വിജയിച്ചവർ മുഴുവനും തങ്ങളുടെ കംഫർട്ട് സോണിനെ പൊട്ടിച്ചെറിഞ്ഞ് പുറത്തേക്ക് വന്നവരാണ്. കംഫർട്ട് സോണിൽ നമ്മൾ ഒരു ചെറിയ സാലറി കിട്ടുന്നുണ്ട്, അതുകൊണ്ട് തട്ടിമുട്ടി പോകുന്നുണ്ട്, എൻ്റെ കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ നടക്കുന്നുണ്ട്, ഇത് ഞാൻ ഇട്ടെറിഞ്ഞു പോയാൽ, ഇത് നാം ഒഴിവാക്കി മറ്റൊരു മേഖലയിലേക്ക് പോയാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് ആ കംഫർട്ട് സോണിൽ എങ്ങനെ പിടിച്ചു നിൽക്കാനുള്ള, അതിൻ്റെ എത്ര പ്രയാസപ്പെട്ടതാണ് എങ്കിലും അതിനെ നമ്മളൊരു സുഖകരമായ അവസ്ഥയായി കംഫർട്ട് സോണിനെ നമ്മൾ പുലുകിക്കൊണ്ടിരിക്കും. പരാജയമാണ് നമ്മളെ കംഫർട്ട് സോണിൽ നിന്ന് പൊട്ടിച്ചെറിയാനുള്ള ഒരു ത്വര സൃഷ്ടിക്കുന്നത്. ഇറ്റ് ക്രിയേറ്റ്സ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ്. പരാജയപ്പെടുമ്പോഴാണ്, ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ നാം പരാജയപ്പെടുമ്പോഴാണ് പുതിയ സാധ്യതകളെ നാം തേടുന്നത്. പുതിയ സാധ്യതകൾ തേടാനുള്ള ഒരവസരം ഈ പരാജയം മുഖേന നമുക്ക് വന്നുപെടുന്നു. It helps to understand yourself.
പരാജയപ്പെടുമ്പോഴാണ് നമുക്ക് നമ്മളെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുക. വിജയം നമ്മളെ ഒരിക്കലും അങ്ങനെ മനസ്സിലാക്കി തരില്ല. പരാജയപ്പെടുമ്പോൾ എനിക്ക് ഇന്ന ഫാൾട്ടുകളുണ്ട്, ഇന്ന രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് ആ പരാജയം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അത് തിരുത്താനുള്ള അവസരം നൽകുന്നു, തൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനുള്ള അവസരങ്ങൾ നൽകുന്നു. അഞ്ചാമത്തെ കാര്യം, ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് അതേഴ്സ്. മറ്റുള്ളവരെ മനസ്സിലാക്കാനും, നമ്മൾ പരാജയപ്പെടുമ്പോൾ നമ്മുടെ കൂടെ ആരൊക്കെയുണ്ട്, നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ ആരൊക്കെയുണ്ട്, നമ്മളെ കുറ്റപ്പെടുത്താൻ ആരൊക്കെയുണ്ട്, നമ്മളെ ഇൻസൾട്ട് ചെയ്യാൻ ആരൊക്കെയുണ്ട്, നമ്മുടെ കൂട്ടുകാരിൽ എത്ര പേർ നമ്മുടെ കൂടെ ഉണ്ടാകും എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ പരാജയം എന്ന് പറയുന്നത്. ഇറ്റ് ക്രിയേറ്റ്സ് മോർ ഇമ്പാക്ട് ദാൻ സക്സസ്. വിജയത്തിനേക്കാൾ ഏറ്റവും കൂടുതലുള്ള ആഘാതമുണ്ടാക്കൽ പരാജയമാണ്. നമുക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് കൂടുതലായിരിക്കും. വിജയത്തിൻ്റെ ഇമ്പാക്റ്റിനേക്കാൾ പരാജയത്തിൻ്റെ ഇമ്പാക്റ്റിന് കൂടുതലായിരിക്കും. അപ്പോൾ അത് നമ്മളെ കൂടുതൽ ഊർജത്തിലേക്ക് നയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. വിജയങ്ങൾ കേവലം ആഘോഷങ്ങളിലും അപ്രിസിയേഷനുകളിലുമൊക്കെ കഴിഞ്ഞുകൂടുമ്പോൾ പരാജയം നമുക്ക് ഒരുപാട് പാഠങ്ങൾ നൽകി സക്സസിനേക്കാൾ വലിയ ഇമ്പാക്റ്റാണ് പരാജയം നമുക്ക് നൽകുന്നത്. ഇറ്റ് ക്രിയേറ്റ് ഫ്ലെക്സിബിൾ പെർസിസ്റ്റൻസ്. നമുക്കറിയാം, കൂടുതൽ മാറ്റങ്ങൾ വരാനുള്ള, ഒരേ കാര്യത്തിൽ ഒതുങ്ങിക്കൂടാതെ ഫ്ലെക്സിബിളായി മാറാനുള്ള, നമ്മുടെ പരാജയം നമ്മളൊരു വിഷയത്തിൽ മാത്രം കണ്ട് നമ്മൾ പരാജയപ്പെടുമ്പോൾ എൻ്റെ കഴിവുകേട് കൊണ്ടാണോ, എൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണോ, എനിക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒന്നാണോ എന്നൊക്കെ പരീക്ഷിച്ച് അതിൻ്റെ ഫീഡ്ബാക്ക് എടുത്തുകൊണ്ട് നമുക്ക് ഫ്ലെക്സിബിളായി മാറ്റങ്ങൾ വരുത്താനുള്ള, ഒരിക്കലും മാറാത്ത അവസ്ഥയിൽ നിന്ന് മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു സാധ്യത കൂടി ഈ പരാജയം നമുക്ക് നൽകുന്നു. അതുകൊണ്ട് പരാജയത്തെ ഭയപ്പെടാതെ, പരാജയത്തെ പരാജയമായി കാണാതെ, ഒരു തോൽവിയായി കാണാതെ, ഒരു ഫീഡ്ബാക്കായി കണ്ട് ഇത്തരം ഗുണങ്ങളൊക്കെയുണ്ട്, ഈ ഗുണങ്ങളെ പ്രയോജനപ്പെടുത്തി പരാജയത്തെ ഭയപ്പെടാതെ നിങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയുന്ന കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം നിങ്ങളിൽ ഉണ്ടാവണം എന്നതാണ് ഈ പരാജയത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന രീതിയിലാണ് നാം ഈ പരാജയത്തെ മനസ്സിലാക്കേണ്ടത്. ഒന്നുകൂടി പറയട്ടെ, ലോകത്ത് വിജയിച്ച മുഴുവൻ ആളുകളുടെയും ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അവരൊക്കെ ഒരുപാട് തവണ പരാജയപ്പെട്ട് അവരുടെ പരാജയങ്ങളിൽ നിന്ന് അനുഗ്രഹമായി ഈ പറയുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ആ പരാജയത്തിൽ നിന്ന് ഫീഡ്ബാക്ക് എടുത്തുകൊണ്ട് അവർ മുന്നോട്ട് പോയപ്പോഴാണ് ഈ വിജയം, അല്ലാതെ അവരുടെ ഭാഗ്യം കൊണ്ടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഭാഗ്യമെന്ന് പറയുന്ന ആ വിജയത്തിന് പിന്നിൽ ഒരുപാട് പരാജയങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും കഠിനാധ്വാനവും ഉണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കുക. ഈ പരാജയത്തെ മറികടക്കുന്നതിന് വേണ്ടി നമ്മളിൽ ഒരു ഫയർ ഉണ്ടാവണം. ഈ പരാജയങ്ങൾ എന്തുകൊണ്ട് ഞാൻ മറികടക്കണം, എന്താണ് എൻ്റെ ലക്ഷ്യം, അതുകൊണ്ടുള്ള ഗുണമെന്ത് എന്നത് കൃത്യമായി നാം ഒരു പുസ്തകത്തിൽ എഴുതി വെക്കണം. വൈ ഹാവ് ടു കം ബാക്ക് എന്ന ഒരു ചോദ്യത്തിന് ഉത്തരമായി നമുക്ക് കുറേ കാര്യങ്ങൾ എഴുതി വെക്കാനുണ്ടാകണം. എനിക്ക് ജീവിച്ചേ മതിയാവൂ, എനിക്ക് വിജയിച്ചേ മതിയാവൂ, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ സാഹചര്യങ്ങൾക്ക് വേണ്ടി, എൻ്റെ പ്രയാസങ്ങൾ മെച്ചപ്പെടുന്നതിന് വേണ്ടി, എനിക്ക് എൻ്റെ ഈ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി വിജയിച്ചേ മതിയാവൂ. അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്ന് കൃത്യമായി നാം എഴുതി വെച്ചതൊരു ഫയറായി നമ്മുടെ ബ്രെയിനിലേക്ക് കൊടുക്കണം. പരാജയപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്നൊരു ചിന്ത വരണം, ലൈഫ് ഈസ് ടു ഷോർട്ട്, വി കനോട്ട് സ്റ്റേ ഹിയർ. ജീവിതം എന്നത് വളരെ ചുരുങ്ങിയതാണ്. പരാജയപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ എന്ന ലേസിനെസ് വരാതെ, നമുക്ക് കുറഞ്ഞ സമയമേ ഉള്ളൂ നമ്മുടെ ലക്ഷ്യത്തിലേക്ക്, നമ്മുടെ ആ ഗോളിലേക്ക് കയറി ചെല്ലാൻ, എത്തിപ്പിടിക്കാൻ, അതിനെ കൈപ്പിടിയിൽ ഒതുക്കാൻ എനിക്ക് കുറഞ്ഞ സമയമേ ഉള്ളൂ. ജീവിതം എന്നത് എത്രയും പെട്ടെന്ന് അവസാനിച്ചേക്കാം. അതിനു മുന്നേ എനിക്ക് കൃത്യമായ എൻ്റെ ലക്ഷ്യത്തിലേക്കും എൻ്റെ ഗോളിലേക്കും, എൻ്റെ ഫാമിലിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ സാഹചര്യങ്ങൾ മാറുന്നതിന് വേണ്ടി ഞാൻ ചെയ്തേ മതിയാകൂ എന്ന ഒരു ഫയർ നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ബ്രെയിനിലും ചിന്തയിലുമൊക്കെ അങ്ങനെ ശക്തമായി ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ കാര്യം, ക്രിയേറ്റ് യുവർ മെൻ്റൽ ഫീൽഡ്സ് വിത്ത് പോസിറ്റീവ്.
നല്ല കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് നമ്മുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യണം. നാം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നാം ഒതുങ്ങിക്കൂടുന്നതിന് പകരം പരാജയപ്പെട്ട് കഷ്ടപ്പെട്ട് പിന്നീട് വിജയിച്ച ആളുകളുടെ ചരിത്രം നാം പഠിക്കണം. പിന്നീട് വിജയിച്ച ആളുകളുടെ ചരിത്രത്തിന് പിന്നിലൂടെ നമ്മൾ പോകണം. അവരുടെ വാക്കുകൾ കേൾക്കണം. അതിൽ നിന്ന് നമ്മുടെ മനസ്സിനെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. ചടഞ്ഞിരുന്ന് സോഷ്യൽ മീഡിയയിലും മറ്റും സ്ക്രോൾ ചെയ്തുകൊണ്ട് ജീവിതം കഴിക്കാതെ ഇത്തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങളെ നാം കേൾക്കുകയും നാം അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുകയും ചെയ്യണം. നാലാമത്തെ കാര്യം, നമ്മുടെ മടിയെല്ലാം മാറ്റി നമ്മുടെ ശരീരത്തിലെയും മനസ്സിനും എക്സസൈസ് കൊടുത്തുകൊണ്ട്, വർക്ക് കൊടുത്തുകൊണ്ട്, ഫിസിക്കലായി എക്സസൈസ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ഈ മടിയെ മാറ്റിയെടുക്കണം. മടിച്ചിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറി നമ്മുടെ ശരീരത്തെ പുതിയ വിജയങ്ങൾ കീഴടക്കാൻ, പുതിയ സാഹചര്യങ്ങളോട് പൊരുതി നേടാൻ നാം നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും നമ്മൾ എക്സസൈസ് ചെയ്തും, നമ്മൾ നടന്നും, നമ്മൾ ഓടിയും ചാടിയും ജിമ്മിൽ പോയുമൊക്കെ നമ്മുടെ ശരീരത്തെ നാം നല്ല രീതിയിൽ ഊർജ്ജസ്വലമാക്കി വെക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ നിന്ന് സന്തോഷത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും പോസിറ്റീവിൻ്റെയും ഒക്കെ ഹോർമോണുകൾ പ്രസരിക്കുകയും അതിലൂടെ നമ്മുടെ ജീവിതം ഒരു സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയുടേത് ആയിത്തീരുകയും വിജയത്തെ കീഴടക്കാനുള്ള എളുപ്പത്തിലേക്ക് നാം ശാരീരികമായും മാനസികമായും തയ്യാറെടുക്കുകയും ചെയ്യും. ആറാമത്തെ കാര്യം, ബ്രേക്ക് യുവർ ഗോൾ ആൻഡ് മൂവ് ഓൺ. നമ്മൾ നമ്മുടെ ലക്ഷ്യം എന്താണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തി എഴുതി വെച്ച് അതിനാവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ച്, പഠിക്കേണ്ടതാണെങ്കിൽ പഠിച്ച്, ചോദിച്ചറിയേണ്ടതാണെങ്കിൽ ചോദിച്ചറിഞ്ഞ് അതിനെക്കുറിച്ച് കൃത്യമായ എല്ലാ വിശദീകരണങ്ങളും അതിൻ്റെ എക്സ്പെർട്ടേഴ്സിനെ കണ്ട് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കുതിക്കാനുള്ള ഏത് ലക്ഷ്യമാണോ നമുക്ക് കരഗതമാക്കേണ്ടത് അത് കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് അതിനേക്ക് തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ പരാജയങ്ങളെ കീഴ്പ്പെടുത്തി വിജയത്തിലേക്ക് നമുക്കെത്താൻ കഴിയും. യു ക്യാൻ കം ബാക്ക് എന്ന ഒരു ചിന്തയിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുക. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പരാജയം നമുക്കൊരു വിഷയമേ ആകില്ല. നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഗോൾ മാത്രമായിരിക്കും, നമ്മുടെ സ്വപ്നം മാത്രമായിരിക്കും. ആ സ്വപ്നത്തിലേക്ക് നാം എത്ര കഠിനാധ്വാനം ചെയ്താലും, എത്ര പരിശ്രമിച്ചിട്ടാണെങ്കിലും ഞാൻ അതിലേക്ക് പോയിരിക്കുമെന്ന ഒരു ഉത്തമധാരണ നമുക്കുണ്ടെങ്കിൽ നാം ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അങ്ങനെ നേടിയെടുത്ത് കഴിഞ്ഞതിന് ശേഷമുണ്ട് ആളുകൾ നമ്മളെക്കുറിച്ച് പറയും എത്ര ഭാഗ്യവാനെന്ന്. ഇപ്പോൾ നമ്മളെ കളിയാക്കിയവർ, നമ്മളെ പരിഹസിച്ചവർ, നമ്മളെ ഇകഴ്ത്തി കാണിച്ചവർ, ഇൻസൾട്ട് ചെയ്തവർ, അവരുടെയൊക്കെ മുന്നിൽ കൃത്യമായ കഠിനാധ്വാനത്തോടുകൂടി നമ്മൾ എത്തിപ്പെടുമ്പോൾ, നമ്മൾ വിജയിച്ച് എത്തിപ്പെടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വിജയമെന്നത് എത്രമാത്രം എളുപ്പമായിരുന്നു, പരാജയമെന്നത് എത്രമാത്രം തള്ളിക്കളയേണ്ടതും അതിൽ നിന്ന് ഫീഡ്ബാക്ക് എടുത്തുകൊണ്ട് നിസ്സാരവൽക്കരിക്കേണ്ടതുമായിരുന്നു. വിജയമാണ് എളുപ്പം, വിജയിച്ചേ മതിയാകൂ, ആ വിജയത്തിലേക്ക് ഞാൻ മുന്നോട്ട് പോകുമെന്ന ഉത്തമ ധാരണ നമ്മുടെ മൈൻഡ് സെറ്റിൽ ഉണ്ടാക്കി ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ഗോളുകളെ എന്തുകൊണ്ട് നമുക്ക് വിജയിക്കണമെന്ന കൃത്യമായ ലക്ഷ്യം നമ്മളുടെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ട്, എന്തുകൊണ്ട് നമ്മൾ ജയിക്കണമെന്ന കൃത്യമായ ഒരു ധാരണ, ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടായിക്കൊണ്ട് ഈ ജീവിതം വളരെ ചെറുതാണ്, എനി ടൈം എന്തും സംഭവിക്കാം, അതിനു മുന്നേ എൻ്റെ ലക്ഷ്യം എനിക്ക് കരഗതമാക്കേണ്ടതുണ്ട് എന്നും മനസ്സിലാക്കി വിശ്രമമില്ലാതെ, ലേസിനെസ് ഇല്ലാതെ, മടിയില്ലാതെ നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും പോസിറ്റീവായിട്ടുള്ള ചിന്തകളും എക്സസൈസും നൽകി കരുത്താക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുകയാണ് എങ്കിൽ നമ്മുടെ ലക്ഷ്യത്തെ ഒരു ഭാഗത്ത് എഴുതി വെച്ച് ആ ലക്ഷ്യത്തിലേക്ക് തന്നെ കഠിനമായ പരിശ്രമത്തിലൂടെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നമ്മൾ വിജയിച്ചിരിക്കും തീർച്ചയാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.